പുതുതലമുറയ്ക്ക് മൂല്യബോധങ്ങൾ പകരുന്നതാണ് ഗുരുപൂജ എന്ന ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശികല ടീച്ചർ. കേരളത്തിലെ സാംസ്കാരിക ബോധത്തിന് ഭ്രാന്ത് പിടിച്ച പ്രതികരണങ്ങളാണ് കേൾക്കുന്നത്. ആഷാഢ പൗർണമിയോടനുബന്ധിച്ച് ഗുരുപൂജ നടത്തിയത് അപരാധമായാണ് ചില സംഘടനകളും പ്രചരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇതിനെതിരെ പറയുന്നു. മത ആചാരത്തിന്റെ പേരിൽ 2 വയസ്സുള്ള കുട്ടി മൃഗീയമായി കൊല്ലപ്പെട്ടത് ഈ സംഘടനകൾ അറിഞ്ഞിട്ടില്ലെന്നും ശശികല ടീച്ചർ വിമർശിച്ചു. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ബോധത്തിന് ഭ്രാന്ത് പിടിച്ചോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആഷാഢ പൗർണമിയോടനുബന്ധിച്ച് കേരളത്തിലെ പല വിദ്യാലയങ്ങളിലും ഗുരുപൂജ നടത്തി എന്നത് എന്തോ ഒരു മഹാപരാധമായി ഇവിടുത്തെ ചില സംഘടനകൾ, ഭരണത്തിലുള്ളവർ വരെ അതിനെപ്പറ്റി അത്തരത്തിൽ പരാമർശിക്കുന്നു. ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രി വരെ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. നേടിയ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലായി എന്ന തോതിലുള്ള ഒരു പ്രതികരണമൊക്കെ. സത്യം പറഞ്ഞാൽ കേരളത്തെ ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ അധിക ദിവസമായില്ല മത ആചാരത്തിൻ്റെ പേരിൽ 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിട്ട്. അങ്ങനെ ഒരു സംഭവം നടന്നത് ഈ സംഘടനകളൊന്നും അറിഞ്ഞില്ല. അത് മതത്തിൻ്റെ പേരിലാണ് നടന്നത്. അതിനെപ്പറ്റി അല്പം പോലും പ്രതികരിക്കാത്തവരാണ് ഇത് തലമുറകളെ വിളക്കി ചേർക്കുന്ന. അതിലുപരിയായി ഇന്ന് നമുക്കറിയാം മാർഗഭ്രംശം വന്നു പോകുന്ന നമ്മുടെ പുതുതലമുറയെ അവർക്ക് ചില മൂല്യബോധമൊക്കെ ഉണ്ടാകാൻ നമുക്കത് ഉപദേശങ്ങളിൽ കൂടെ സാധിക്കില്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ ഇഷ്ടപ്പെടുകയും കേൾക്കുന്ന ആൾ വെറുക്കുകയും ചെയ്യുന്ന സാധനമാണ്. ഉപദേശങ്ങൾക്കപ്പുറത്ത് അവർക്ക് പറ്റുന്ന ചില അനുഭവങ്ങൾ കൊടുക്കണം. അത്തരമൊരു അനുഭവമാണ് വിരമിച്ച അധ്യാപകരെയൊക്കെ കുട്ടികൾ, പുതിയ തലമുറ അവരെ പാദപൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഈ പ്രതികരണം നടത്തിയവർ ഇത് എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അവർ വിചാരിച്ചത് ഈ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ഈ അധ്യാപകരുടെ കാല് സോപ്പും ചകിരിയൊക്കെ ഇട്ട് കഴുകി കൊടുക്കണം എന്തോ പരിപാടിയാണ് എന്ന് ധരിച്ച് വശമായിട്ടാണ് ഇതുപോലുള്ള വൃത്തികെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരെയോ സുഖിപ്പിക്കാനുള്ള, ചിലരെ സുഖിപ്പിക്കാൻ, ചില വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ചിലരെ സുഖിപ്പിക്കാൻ വേണ്ടി അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ അതുകൊണ്ട് വളരുന്ന തലമുറയെ നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഗുരുപൂജ ഇനിയും നടത്തും. അതിന് ആര് തന്നെ എന്തൊക്കെ തന്നെ ബഹളം കൂട്ടിയാലും ഗുരുപൂജ മഹോത്സവം ഇതേപോലെ തന്നെ ഈ പ്രാവശ്യം നടന്നതിനേക്കാൾ ഗംഭീരമായി ഇനി വരും വർഷങ്ങളിലും നടക്കും.